ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഖബറിലേക്ക് ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണ്? അവൻ ഒരുപാട് ഇൽമു പഠിച്ചു, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് ധാരാളമായി അവൻ പ്രചരിപ്പിച്ചവനാണ്. എത്ര ദീനിയായ വിവരമാണ് നമുക്ക് രാവിലെ മുതൽ ഫോണിൽ വരുന്നത്. പുസ്തകങ്ങളിലൂടെ, നമ്മൾ കേട്ട ഓഡിയോകളിലൂടെ, വീഡിയോകളിലൂടെ എന്തൊക്കെ ഇൽമ നമുക്ക് കിട്ടി. നമ്മൾ എത്ര പേർക്ക് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്? കണ്ട പോലെ കാണാത്ത പോലെ നമ്മളത് അവിടെ വെക്കുന്നു. ഒരു കോമഡി കിട്ടിയാൽ, ഒരു ചിരിപ്പിക്കുന്ന മെസ്സേജ് കിട്ടിയാൽ നൂറുകണക്കിന് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന നമ്മൾ എത്ര പേര് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ മെസ്സേജ് നമ്മുടെ ഫോണിൽ നിന്ന് ഇന്ന് വരെ ഒരു മനുഷ്യന്റെ മെസ്സേജായിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ? നമുക്കതിനൊരു ചളിപ്പ് തോന്നുന്നുണ്ടോ? ഒരു നാണക്കേട് തോന്നുന്നുണ്ടോ? ആലോചിക്ക്, ഒരു മുഅ്മിൻ മരിച്ചാൽ അവൻ കൊടുത്ത ഒരു നന്മയുടെ അറിവുണ്ടോ? അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രചരണത്തിന്റെ മഹത്തരമായ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. വലദൻ സാലിഹൻ തറക്കഹു, അവൻ മരിച്ചു പോയപ്പോ അവൻ വിട്ടേച്ചു പോയ നല്ലവരായ സാലിഹീങ്ങളായ മക്കൾ ഭൂമിയിലുണ്ടോ? അവരുടേതായ സൽക്കർമ്മങ്ങളൊക്കെ ആ മാതാവിന്റെ പിതാവിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. പാപ്പാന്റെ ഉമ്മാന്റെയും മരണശേഷം കുറെ ചോറ് വെച്ചു കൊടുത്ത്, പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ച്, ലോൺ എടുത്ത് ആണ്ടും ചാവടിയന്തരങ്ങൾ കഴിച്ചു. അതിനേക്കാൾ നീ ശ്രദ്ധിക്കേണ്ടത് അത് വേണ്ടായിരുന്നു. നീ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. നീ ഒരു സാലിഹായ നല്ലൊരു മകനായി ജീവിച്ചാൽ തന്നെ നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഖബറിലത് കിട്ടും. നീ വേറെ ലോൺ എടുത്തിട്ട് ഒരു ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഒരു അനന്തരമായി കൊണ്ട്, ഒരു വഖഫ് ചെയ്തുകൊണ്ടൊരു ഒരു മുസ്ഹഫ് നീ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ. ഒരാൾക്ക് ഖുർആൻ കൊണ്ടു കൊടുത്തു, അയാൾ കുടുംബം ഇരുന്ന ഖുർആൻ ഓതുണ്ടോ? നീ മരിച്ചാലും നിന്റെ ഖബറിലേക്ക് അത് കിട്ടും. പള്ളിയിലേക്ക് 10 ഖുർആൻ കൊടുത്തു, ആളുകൾ അത് വരുന്നു, ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുന്നു. നീ മരിച്ചാലും നിന്റെ ഖബറിലേക്ക് അത് കിട്ടും. അതാണ് മുഅ്മിനിന്റെ ഗുണം. അടുത്തത് ഔ മസ്ജിദൻ ബനാ, ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ. പള്ളി എങ്ങനെ നടക്കും? നമ്മൾ ഖബറിലായിരിക്കും. നീ വിചാരിക്കണ്ട, മരിച്ചു എന്ന് വിചാരിക്കണ്ട, നിനക്കുള്ള കൂലി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ബിസിനസ്സൊക്കെ ആലോചിക്കുമ്പോൾ എന്താ ആലോചിക്കുക? എത്രമാത്രം ലാഭം കിട്ടും നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഒരു പള്ളി ഉണ്ടാക്കുന്ന ചിന്തിക്കണം, എത്ര ലാഭം കിട്ടും? ഞാൻ മരിച്ചാലും അവിടുത്തെ സുജൂദിനൊക്കെ എനിക്ക് കൂലി കിട്ടും. അടുത്തത് ഒരു സാധുവായ മനുഷ്യന് വീടുണ്ടാക്കി കൊടുത്താൽ, ഒരു വഴിയാത്രക്കാരനായ സകാത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യന് ഒരു താമസിക്കാൻ ആവശ്യമായ ലളിതമായ ഒരു വീടുണ്ടാക്കി കൊടുത്താൽ വലിയ പ്രതിഫലം അവന്റെ ഖബറിലെത്തുകയാണ്. അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്, കുടിവെള്ള സ്രോതസ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വെള്ളത്തിന്റെ എന്തെങ്കിലും മാർഗം ഒരുക്കി കൊടുത്താൽ നിന്റെ ഖബറിൽ അതിന്റെ കൂലി കിട്ടും. അല്ലെങ്കിൽ നീ വല്ല സ്വദഖയും ധാരാളമായി ചെയ്തിട്ടുണ്ടോ? ഏതാ സ്വദഖ? മരിക്കാനായി എന്നറിയുമ്പോ കോടികൾ ദാനം ചെയ്യലല്ല ആ സ്വദഖ. നിന്റെ ആരോഗ്യമുള്ള നല്ല ജീവിതകാലം നീ മനസ്സറിഞ്ഞ് സ്വദഖ ചെയ്തിട്ടുണ്ടോ? നീ മരിച്ചാലും അതിന്റെ പ്രതിഫലം നിന്റെ ഖബറിൽ എത്തിക്കൊണ്ടിരിക്കും. ഒറ്റ ഹദീസാണ് ഈ വായിച്ചത്. നമ്മൾ ഇതിൽ എവിടെയാണുള്ളത്? ഇതിലേതാ ഞാൻ ചെയ്തിട്ടുള്ളത്? ഇതിലെന്താണ് എനിക്ക് ചെയ്യാൻ തടസ്സമുള്ളത്? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്. നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ ഒരാളുടെ മരണ വാർത്ത കേട്ടിട്ട് പറയും നല്ല മരണമാണ്. എന്തേ കാരണം? 2 കപ്പ് വെള്ളം കുടിച്ചിട്ടാ മരിച്ചത്. നല്ല മരണമായി. ചിലർ പറയും ഓ എല്ലാം കഴിഞ്ഞ് രാവിലെ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലിരുന്നിട്ടാ മരിച്ചത്. നല്ല മരണം. ചിലർ പറയും മക്കളൊക്കെ നോക്കി, മക്കളൊക്കെ കണ്ട്, ആശുപത്രിയിൽ വന്ന് എല്ലാവരും വന്ന് മക്കളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞിട്ടാ മരിച്ചത്. ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, മരണാണ്. അതുകൊണ്ട് ഒരാൾ നല്ല മരണാണ് എന്ന് പറയാൻ ഇതൊന്നും ഒരു അടയാളമല്ല. മഹാന്മാരായ ഉലമാക്കന്മാർ ഇസ്ലാമിക ലോകത്തെ ചരിത്രം പഠിപ്പിച്ച ഒട്ടനേകം സംഭവങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ധാരാളക്കണക്കിന് സംഭവങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമ്മളൊക്കെ ഒരാളുടെ മരണം കഴിഞ്ഞ് അയാളെ കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് അറിയോ? ഇനി അയാളുടെ മക്കളൊക്കെ എങ്ങനെ ജീവിക്കാം? ഇനിയിപ്പോൾ അയാളെ ഭാര്യന്റെ അവസ്ഥ എന്താ? ആ വീടിന്റെ പണിയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ്. മരണപ്പെട്ട ഖബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിന്റെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ ചുരുങ്ങിയത് ആ ഭാഗത്തൊരു 5 or 6 ഖബറുണ്ട്.
അവരോട് കൂടെയുള്ള അനുയായികളോട് ചോദിക്കണം, ഇവരുടെ പേരൊന്നും അറിയില്ല. നബി തങ്ങൾ ചോദിച്ചു, ഇതൊക്കെ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ആ ഗോത്രത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം നബിയെ. അപ്പോ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്? മരിക്കുമ്പോ എന്താ അവരുടെ അവസ്ഥ? ആ സമയത്ത് സഹാബത്ത് പറയാണ്, ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചവരാണ് നബിയെ. ശിർക്കിലായി അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ച് ജീവിച്ച് മരിച്ചവരാണ് നബിയെ. നബി പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തലാ ഫീ ഖുബൂരിഹാ, അവർ അവരുടെ ഖബറിനകത്ത് ഇപ്പോഴും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുകയാണ്. ദുനിയാവിലുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ചെയ്തു പോയവരൊക്കെ ഖബറിനകത്തും കഠിനമായ ശിക്ഷകളും പരീക്ഷണങ്ങളും അനുഭവിക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിച്ചെടുത്ത് പറയുന്നുണ്ട്, സനുഅദ്ദിബുഹും മർറതൈൻ, അവർക്ക് നാം 2 ശിക്ഷകൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ബർസഖിലാണ്, മറ്റൊന്ന് പരലോകത്താണ്. അങ്ങനെ ചില ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ 2 ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. നമ്മൾ മരിച്ചു കിടക്കുന്ന ഖബറാളിയെ കുറിച്ച് ചിന്തിക്കണം. ഖബറിന്റെ അരികിലൂടെ നടന്നുപോയപ്പോൾ നബി തങ്ങൾ ഈ സ്വഹാബത്തിനോട് പറയാണ്, ഇന്നഹുമാ യുഅദ്ദിബാൻ, ഈ ഖബറിനകത്ത് കിടക്കുന്ന 2 പേര് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, ഇവർ വലിയ വലിയ തെറ്റൊന്നും ചെയ്തവരല്ല. ഇത് വലിയൊരു ഹറാമ് ചെയ്തു അതൊന്നുമല്ല, പക്ഷെ എന്നിട്ടും അവര് ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വ്യക്തി മലമൂത്ര വിസർജനത്തിൽ പാലിക്കേണ്ടുന്ന പ്രധാന മര്യാദകൾ പാലിക്കാറില്ലായിരുന്നു. മറ സ്വീകരിക്കൂല, പരസ്യമായി മൂത്രയിക്കും. അവന്റെ ശരീരഭാഗം വേറെ ആൾക്കാർ കാണും. നേരെ ഓപ്പണായി കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മൂത്രയിക്കും. ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പാലിക്കാത്തവൻ ഖബറിനകത്ത് അദാബില്ലായി അനുഭവിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഏഷണി കൊണ്ട് ദുനിയാവിൽ നടന്നവനാണ്. ജനങ്ങളെ പറ്റി ഇല്ലാത്തത് പ്രചരിപ്പിക്കുക, അത് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഏഷണിക്കാരൻ തമാശ പറയുമ്പോ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഏഷണി പറഞ്ഞു നടക്കുന്നവനെ നിന്നെ വിടാൻ കഴിയില്ല, നിന്നെ ഖബറിലും നിന്നെ പിടികൂടിക്കൊണ്ടിരിക്കും. മറ്റൊരാളെ പറ്റി പറയാണ്, അവൻ കളവിന്റെ വക്താവാണ്. കളവ് പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തി ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. ഇന്നഹുർ റജുൽ, അവൻ യഗ്ദൂ മിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് രാവിലെ അങ്ങ് ഇറങ്ങും. ഫയക്ദിബുൽ കദിബ, എന്നിട്ട് ജനങ്ങളോട് മുഴുവൻ ഓരോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയമാകാം, കായികമാകാം, വിനോദമാകാം, മതപരമാകാം, സംഘടനയാകാം, പ്രാസ്ഥാനികമാകാം. ഒരു വ്യക്തി അയാൾ കളവ് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആ മനുഷ്യനെ കുറിച്ച് പറയാണ് യബ്ലുഗുൽ ആഫാഖ്, അയാൾ ഏതോ കുഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ലോകം മുഴുവൻ അത് എത്തിയിട്ടുണ്ടാകും. ഒന്ന് വിരലമർത്തി പിടിച്ചാൽ, ഒന്ന് കൈയമർത്തിയാൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നല്ലത് പ്രചരിപ്പിക്കാനും ചീത്ത പ്രചരിപ്പിക്കാനും പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പോലെ വ്യാപക കളവിന്റെ വക്താവാണെങ്കിൽ ഖബറിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്തൊരാൾ ഫറജുലുൻ, അയാൾ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, നല്ല ഖുർആൻ പഠിച്ച ഒരാളാണ്. ഫനാമാൻഹു ബില്ലൈൽ, അങ്ങനെ രാത്രി അയാൾ കിടന്നുറങ്ങും. വലം യഅമൽ ബിഹിന്നഹാർ, പഠിച്ചതൊന്നും അയാൾ പ്രവർത്തിക്കാൻ സന്നദ്ധരല്ല. ഖുർആൻ എത്രയോ വിവരം നമുക്ക് തരുന്നു. എല്ലാ നാടുകളിലും ആയിരക്കണക്കിന് സെന്ററുകളിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പഠന സംവിധാനമുണ്ട്. സുഹൃത്തുക്കളെ, ഈ നാട്ടുകാർക്കും സന്തോഷിക്കാൻ അവസരമുണ്ട്. ഖുർആൻ പഠിക്കാൻ, അർത്ഥം പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ വ്യവസ്ഥാപിതമായ ഒരു പഠന സംവിധാനം ശനിയാഴ്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഒട്ടുക്കും അതിന്റെ പരീക്ഷ വരാനിരിക്കുകയാണ്. ജനങ്ങൾ ദീനിയായ വിഷയത്തിൽ മികച്ചു നിൽക്കാൻ വേണ്ടി, നിലവാരം പരിശോധിക്കാൻ വേണ്ടിയാണ് 12-ാം തീയതി പരീക്ഷ നടക്കുമ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ക്ലാസ്സിന് വന്നവരും വരാത്തവരുമൊക്കെ ഒരു പരീക്ഷ എഴുതി എന്റെ മതപരമായ അറിവെത്രയുണ്ട്, എനിക്ക് പഠിക്കാൻ എന്ത് തടസ്സമാണുള്ളത്. അള്ളാന്റെ ഖബറിനകത്ത് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് ഖുർആനിനോടുള്ള അവഗണനയാണെങ്കിൽ നമ്മൾ ആലോചിച്ചോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, വയനാമു അനിസ്സലാത്തിൽ മക്തൂബ. മറ്റൊരാൾ, അവന്റെ പ്രത്യേകത, അവൻ ഫർളു നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങാണ്.
ഈ പ്രശ്നം അനുഭവിക്കുന്നത് രണ്ട് സമയത്താണ്. ഒന്നുകിൽ സുബഹിന്റെ സമയത്ത്, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത്. ഈ രണ്ടു നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചോ, പുതപ്പിനുള്ളിലാകുന്ന നിസ്കാരമാണ്. ആ നമസ്കാര സമയത്ത് ഉറക്കത്തിലായി നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ ഖബറിനകത്ത് അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്തത് ആഖിലർ റിബ, പലിശ തിന്ന് ജീവിക്കുന്നവനെ, പരലോകത്ത് നരകത്തിലേക്ക് എത്താൻ നീ കാത്തിരിക്കണ്ട. നിന്റെ ഖബർ മുതൽ നിന്നെ അദാബ് വേട്ടയാടിക്കൊണ്ടിരിക്കും. വൽസിന, വ്യഭിചാരത്തിന്റെ എന്തെങ്കിലും അംശം കയ്യിലുണ്ടോ? വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മുടെ കണ്ണിലോ നമ്മുടെ ജീവിതത്തിലോ ഹൃദയത്തിലോ കൊണ്ട് നടക്കുന്നുണ്ടോ? നീ പരലോകത്തെത്താൻ കാത്തിക്കണ്ട, മരിച്ചത് മുതൽ നീ അനുഭവിക്കേണ്ടി വരും. ഹദീസിൽ പറഞ്ഞൊരു ചെറിയ സംഭവം കൂടെ കാണാൻ സാധിക്കും. കടമുണ്ടായിട്ട് വീട്ടാൻ മടി കാണിക്കുന്നവർ ഖബർ മുതൽ അദാബ് അനുഭവിക്കും. കടം മേടിച്ചു കൂട്ടും, തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. തിരിച്ചു ചോദിക്കുന്നതോ അവന് ദേഷ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഅദ് ബിനുൽ അത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മരണപ്പെട്ടു. സഹോദരൻ മരിച്ചപ്പോൾ ചെറിയ കടബാധ്യത വന്നു. നബി തങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ സഹോദരനാണ് നബിയെ, അദ്ദേഹത്തിന് ചില കടങ്ങളൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്നഹാക മഹ്ബൂസുൻ ബിദൈനിഹി, നിന്റെ സഹോദരന് കിട്ടേണ്ടുന്ന ഒരു വലിയ സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു തആല പിടിച്ചു വെച്ചിരിക്കുകയാണ് ഖബറിൽ. സ്വർഗത്തിന്റെ പരിമളം കിട്ടേണ്ടുന്ന വ്യക്തിക്ക് നീ വീട്ടാത്ത കടത്തിന്റെ പേരിലാണ് ഫദ്ഹബ്, നീ വേഗം പോകണം. ഫഖ്ദി അൻഹു, അദ്ദേഹത്തിന്റെ കടം വേഗം വീട്ടാൻ നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ 3 എങ്ങനെ കഴിക്കണം, 40 ആരൊക്കെ വിളിക്കണം, ഏത് പോത്തിനെ നമ്മൾ ബുക്ക് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു മയ്യത്തിന് ഹജ്ജ് കടമുണ്ടോ, അത് വീട്ടണം, ആരും ചർച്ച ചെയ്യൂല. മയ്യത്തിന് സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും ഉണ്ടോ, വേഗത്തിൽ അത് വീട്ടിക്കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഖബറിൽ പിടിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു നല്ല മരണം കിട്ടണം. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ ഒരു തണൽ കിട്ടണം. നമ്മൾ മരിച്ചാൽ ബർസഖിന്റെ നാൾ വരെ നമുക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധങ്ങൾ കിട്ടണമെങ്കിൽ നല്ല ഒരു ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കടന്നു വരണം.